സൗഭാഗ്യയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശ്വേതാജി അറിയാലോ, നമ്മുടെ ടിക്ടോക്ക് മുതല് ഇപ്പൊ റീലിലേക്ക് ആയെങ്കിൽ പോലും ആ സമയത്ത് ഡബ് സ്മാഷ് ടിക്ടോക്ക് വയസ്സായില്ല, അല്ല ഇങ്ങനെ പേരുകൾ മാറിയാലും അപ്ഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പേരുകൾ പലതാണെങ്കിലും സൗഭാഗ്യ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എന്താ പറയാ, ഡിജിറ്റൽ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സൗഭാഗ്യ വെങ്കടേഷ് ഒരു ഡിജിറ്റൽ സ്റ്റാർ ആണ്, നല്ലൊരു യൂട്യൂബ് ബ്ലോഗർ ആണ്, ഡാൻസർ ആണ്, സിംഗർ ആണ്. ഇപ്പൊ പുതിയൊരു കുപ്പായം കൂടി കിട്ടിയിരിക്കുകയാണ്, ഒരു അമ്മയാണ്. ഏറ്റവും വലുത്, അതെ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ജോലി കുട്ടിക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതില് 100 out of 100 സൗഭാഗ്യം. എനിക്ക് സൗഭാഗ്യം എടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അത്രയും നല്ലൊരു അമ്മ, അത്രയും നല്ലൊരു അമ്മയാണ്. ആൻഡ് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ കുറച്ചും കൂടി നല്ലൊരു അമ്മയാവാമായിരുന്നു? ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. സൗഭാഗ്യയുടെ പേഷ്യൻസ്, the way she deals with her baby, അത് അവളുടെ പേഷ്യൻസിന് എന്താ പറയാ, വാക്കുകളില്ല. എൻ്റെ മകളെ ഞാൻ ഇങ്ങനെ പുകഴ്ത്തുന്ന മോശമാണ്, പക്ഷെ ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ്, അത്ര പേഷ്യൻ്റ് അല്ല ഞാൻ. ടീച്ചർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. ഞാൻ ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷെ സൗഭാഗ്യ കുറച്ച് അവളുടെ അച്ഛൻ്റെ ക്വാളിറ്റീസ് ഉണ്ട്. വെരി കറക്റ്റായിട്ട് പറയും, പക്ഷെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് പറയേണ്ട രീതിയിൽ, അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അത് കണ്ടുപിടിക്കണം. കുറച്ച് വാത്സല്യം ലാളിത്യം ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ്. അനുസരിക്കുന്നവർക്ക് മനസ്സിലാവില്ല, അവര് പറഞ്ഞാറ് അനുസരിപ്പിക്കുക. അതാണ് അതൊരു ട്രിക്കാണ്, അത് എല്ലാ അമ്മമാരും പഠിക്കേണ്ട ഒരു ട്രിക്കും കൂടിയാണ് അല്ലേ? ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞത് അതാണ്. ഒരു അമ്മൂമ്മ എന്ന രീതിയിൽ എങ്ങനെയുണ്ട് താര ചേച്ചി? യു ആർ ദ ബെസ്റ്റ്. ഐ എം എൻജോയിങ്. അതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം.